നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയപാത 17 അളവെടുപ്പ് തുടർച്ചയായി 5ാം ദിവസവും നടന്നില്ല. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മതിലകം മേഖലാ സമ്മേളനത്തിന് കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡിൽ മൈത്രി അംഗൻവാടിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം KP ധനപാലൻ MP നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ദേശീയപാത 17 അളവെടുപ്പ് തുടർച്ചയായി 5ാം ദിവസവും നടന്നില്ല. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സമരം ശക്തമാക്കിയതിനെ തുടർന്നാണ് ഭൂമി ഏറ്റെടുക്കൽ സർവേ നടത്താൻ ഉദ്യോഗസ്ഥർക്ക് കഴിയാത്തത്. ദിവസവും ഉദ്യോഗസ്ഥർ മതിലകം പുന്നയ്ക്ക ബസാറിൽ ഭൂസർവേക്ക് എത്തുന്നുണ്ട്. സാധാരണഗതിയിൽ സർവേ സമരക്കാർ തടഞ്ഞാൽ ഉച്ചയോടെ ഉദ്യോഗസ്ഥരും പോലീസും തിരികെ പോവുകയാണ് പതിവ്. എന്നാൽ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും വൈകിട്ടോടെയാണ് തിരികെ പോയത്. അതേസമയം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സമരം ശക്തമാവുകയാണ്. രാവിലെ 9 മുതൽ തന്നെ സ്ത്രീകളടക്കം നിരവധി പേർ കാത്തിരിപ്പ് സത്യാഗ്രഹം ആരംഭിക്കുകയാണ്. ശനിയാഴ്ച സമരപ്പന്തലിൽ കഞ്ഞിവെച്ചായിരുന്നു സമരം. നേതാക്കളായ AG ധർമ്മരത്നം, CK ശിവദാസ് എന്നിവർ നേതൃത്വം നൽകി. സമരക്കാർക്ക് പിന്തുണയുമായി SDPI പ്രവർത്തകർ പുന്നയ്ക്ക ബസാറിൽ പ്രകടനം നടത്തി. SDPI നിയോജകമണ്ഡലം പ്രസിഡന്റ് MK സിദ്ദിഖ്, CK ജമാലുദ്ദീൻ, ഷിഹാബ് പുതിയകാവ് എന്നിവർ നേതൃത്വം നൽകി. കല്യാണപ്പന്തലിൽ നിന്ന് ചടങ്ങുകൾ കഴിഞ്ഞ ഉടനെ വധൂവരന്മാർ സമരപ്പന്തലിൽ എത്തിയത് നാട്ടുകാർക്ക് കൗതുകമായി. കയ്പമംഗലം 3 പീടിക സ്വദേശി കല്ലിപ്പറമ്പിൽ മുഹമ്മദ് ഷാജിയും വധു കൂരിക്കുഴി സ്വദേശി പരത്തേഴത്ത് സജ്നയുമാണ് പുന്നയ്ക്ക ബസാറിലെ ദേശീയപാത സമരപ്പന്തലിൽ എത്തിയത്. അളവെടുപ്പുമായി ബന്ധപ്പെട്ട് 5 ദിവസമായി ഉദ്യോഗസ്ഥർ സർവേ നടത്താൻ കഴിയാതെ മടങ്ങിപ്പോയ സമരപ്പന്തലിൽ വധൂവരന്മാർ എത്തിയത് ഇരു കൂട്ടരുടെയും ബന്ധുക്കളോടൊപ്പമാണ്. കാളമുറി നോബൽ പാലസിൽ നടന്ന വിവാഹ ചടങ്ങുകൾക്ക് ശേഷം ശനിയാഴ്ച ഉച്ചയ്ക്ക് 3ഓടെ ഇവർ പുന്നയ്ക്ക ബസാറിലെത്തുകയായിരുന്നു. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തിയ വധൂവരന്മാർ പ്രകടനത്തിലും പങ്കെടുത്തു. സമര നേതാക്കളായ AG ധർമ്മരത്നം, CK ശിവദാസ്, PK ജമാലുദ്ദീൻ എന്നിവർ ആശംസകൾ നേർന്നു. SNDP യോഗം, മൈക്രോ ഫിനാൻസ്, എടത്തിരുത്തി പഞ്ചായത്ത് വാർഷികവും കുടുംബസംഗമവും യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് ഉദ്ഘാടനം ചെയ്തു. മൈക്രോ ഫിനാൻസ് കോർഡിനേറ്റർ ജയന്തൻ പുത്തൂർ അധ്യക്ഷനായി. മുകുന്ദപുരം യൂണിയൻ സെക്രട്ടറി PK പ്രസന്നൻ മുഖ്യപ്രഭാഷണം നടത്തി. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് മികച്ച യൂണിറ്റിനുള്ള അവാർഡ് വിതരണം നടത്തി. PV സുദീപ്, മോഹനൻ കണ്ണമ്പുള്ളി, സലീം തഷ്നാഥ്, പ്രകാശ് കടവിൽ, യമുന രവീന്ദ്രൻ, നരേന്ദ്രൻ തയ്യൽ, KG കൃഷ്ണനുണ്ണി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. സമ്മേളനത്തിന് മുന്നോടിയായി കുമ്പളവറമ്പ് സെന്ററിൽ നിന്നും ഘോഷയാത്ര ഉണ്ടായിരുന്നു. വാദ്യമേളങ്ങളുടെയും ഗജവീരന്റെയും നാടൻ കലാരൂപങ്ങളുടെയും അകമ്പടിയോടുകൂടിയ ഘോഷയാത്ര വർണ്ണശബളമായി. അല്ലേ ഇതൊന്നൊക്കെ അങ്ങനെ കേറിയാൽ പറ്റുള്ളത്.
കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മതിലകം മേഖലാ സമ്മേളനത്തിന് കയ്പമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ സെമിനാർ, പ്രഭാഷണം, വനിതാ സംഗമം, പുസ്തക പ്രചരണം, പ്രതിനിധി സമ്മേളനം, ശാസ്ത്രജാഥ എന്നിവ നടക്കും. രാവിലെ നടന്ന സെമിനാർ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. എല്ലാം വലിയ സാമ്പത്തിക സ്രോതസ് അവർ പറയുന്നത്, എല്ലാത്തിനും പിന്നെ വലിയ സാമ്പത്തിക സ്രോതസ്സാണ്. ഇപ്പോ ഇവിടെ നമ്മളെക്കാൾ വലിയ പരിസ്ഥിതി സ്നേഹത്തോടു കൂടിയുള്ള പരിപാടി സംഘടിപ്പിക്കുന്ന ആളുകളുണ്ട്. മതപര പല സംഘടനകളുടെയും പേരിൽ ഞാൻ പേരുകളൊന്നും പറയുന്നില്ല, അതൊക്കെ പറയാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, നിങ്ങൾക്ക് അറിയാവുന്ന പറയുന്നതാണ്. അപ്പൊ അവിടെ അവര് നടത്തുന്ന പരിസ്ഥിതി പരിപാടികളിലൊക്കെ തന്നെ ധാരാളം കണ്ണഞ്ചിപ്പിക്കുന്ന പോസ്റ്റുകളും നമ്മളൊന്നും പറ്റുന്ന പോലത്തെ മൈൻഡ് സെറ്റ് ഒന്നുമല്ല, ഭയങ്കര വില കൂടിയ മൈൻഡ് സെറ്റുകളൊക്കെ വെച്ചിട്ടാണ് വൻ പരിപാടികൾ നടത്തുന്നത്. അതുപോലെ തന്നെ ജാതി സംഘടനകളാണെങ്കിൽ ഇപ്പോൾ ഓരോ ജാതി സംഘടനകളും അവരുടെ ജാതി സംഘടന എന്ന് പറയുന്ന പ്രവർത്തനം മാത്രമല്ല, അവര് സാമ്പത്തിക കാര്യങ്ങളും കൂടി ഇടപെടുമ്പോൾ ഈ മൈക്രോ ഫിനാൻസ് എന്ന് പറയുമ്പോൾ മുണ്ടൂർ IRDC ഡയറക്ടർ പ്രൊഫസർ PK രവീന്ദ്രൻ വിഷയാവതരണം നടത്തി. TS രാജൻ, KA ബൈജു, MD സന്തോഷ്, PB സജീവ്, KS സിന്ധു എന്നിവർ സംസാരിച്ചു. മതിലകം മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി മരുപ്പച്ച എന്ന പേരിൽ വെക്കേഷൻ പഠന ക്യാമ്പ് ആരംഭിച്ചു. 7 ദിവസത്തെ ക്യാമ്പിൽ ഇസ്ലാമിക പഠനം, മനഃശാസ്ത്രം, മോട്ടിവേഷൻ, കരിയർ ഗൈഡൻസ്, വ്യക്തിത്വ വികസനം എന്നീ വിഷയങ്ങളിൽ ക്ലാസ് എടുക്കും. അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ക്ലാസ് മുറിക്ക് പുറത്തും സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും സ്വതന്ത്രമായ അഭിപ്രായമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയേണ്ടത്. ആരെങ്കിലും അടിച്ചേൽപ്പിക്കുന്ന അഭിപ്രായങ്ങൾ ചുമന്നു നടക്കാനുള്ളതല്ല നമ്മുടെ മസ്തിഷ്കം. നമുക്ക് സ്വതന്ത്രമായ അഭിപ്രായം ഉണ്ടാകണം. അത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാകണം, ദേശാഭിമാനപരമാകണം, സഹജീവികളോട് സഹതാപവും കരുണയും സഹാനുഭൂതിയും എന്ന് പറയുന്നത് അവർക്കുള്ള ഔദാര്യമല്ല, നാം ചെയ്യേണ്ട ഒരു ഔദാര്യമാണ്. മതിലകം ജുമാ മസ്ജിദ് ഇമാം അബ്ദുൽസലാം ഫൈസി അടിമാലി അധ്യക്ഷനായി. PK സെയ്ദ് മുഹമ്മദ് ബാക്കവി, VM ഹംസ, അമീൻ ബാക്കവി, PB അബ്ദുൽ ഖാദർ എന്നിവർ സംസാരിച്ചു. കബീർ B ഹാറൂൺ ക്ലാസ് എടുത്തു. കൂരിക്കുഴി 18 മുറി മർഹൂം കുഞ്ഞിക്കോയ തങ്ങളുടെ ആണ്ടുനേർച്ചയും റിഫായിൻ റാത്തീബും രാവിലെ മൗലീദ് പാരായണം, ഖത്തം ദുആ എന്നിവ നടന്നു. ഹുസൈൻ തങ്ങൾ നേതൃത്വം നൽകി. രാത്രി നടന്ന ബുർദ മജ്ലിസിന് മുജിത്തബ സ്വാദിഖ്, ആഷിഖ് എന്നിവർ നേതൃത്വം നൽകി. റിഫായിൻ റാത്തീബിന് ഷമീർ സക്കാഫി തളിക്കുളം നേതൃത്വം നൽകി.